മോഹൻലാലിന്റെ മകൾ വിസ്മയക്കെതിരെ, ലാലേട്ടനെതിരെ, രഞ്ജിനി ഹരിദാസിനെതിരെയൊക്കെ വ്യാപകമായ സൈബർ ആക്രമണം. ഊരും പേരുമില്ലാത്ത കള്ള പ്രൊഫൈലുകൾ, ലോക്ക് ചെയ്യപ്പെട്ട പ്രൊഫൈലുകൾ, വ്യാജ പ്രൊഫൈലുകളിൽ നിന്നാണ് തീവ്ര ഹിന്ദുത്വവാദികൾ അവരെ ആക്രമിക്കുന്നത്. വിസ്മയമാണ്, അഭിമാനമാണ്, സംശയമൊന്നുമില്ല. ലാലേട്ടനെതിരെ അടക്കം ശക്തമായ സൈബർ ആക്രമണം നടക്കുക. രഞ്ജിനി ഹരിദാസിനടക്കം കാശ് മേടിച്ചാണ് പോയെന്ന് പലതും പറയുകയാണ്. രഞ്ജിനി ജീവിതത്തിൽ ഉണ്ടാക്കിയ കാശിന്റെ 100-ലൊന്നും മരുന്നും കണ്ടുപോലും കാണില്ല. കാരണം രഞ്ജിനി അത്ര പ്രസിദ്ധയായ ആങ്കറാണ്, മീഡിയ ഹോസ്റ്റ് ആണ്. അപ്പോ ഇവരെല്ലാം ഏറ്റവും വെൽ റെപ്യൂട്ടഡ് ഫാമിലീസിൽ നിന്ന് വരുന്നവരും രാജ്യത്തിന്റെ സാംസ്കാരിക കലാപരമായ എന്താ പറയണേ, അല്ലെങ്കിൽ മാധ്യമരംഗത്തിനൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തവരുമാണ്. അപ്പോൾ ഇവർക്കെതിരെയുള്ള അസഭ്യവും അതിൽ വായിക്കാൻ കഴിയുന്ന കുറച്ച് കമന്റ്സ് വായിക്കാം. ഇത് ലാലേട്ടൻ സ്പെയിൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട പോസ്റ്റാണ്. അതായത് ലാലേട്ടന്റെ സ്പെയിൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്. ഇതേപോലെ തന്നെയാണ് എമ്പുരാൻ ഉണ്ടായപ്പോഴും തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിച്ചത്. എമ്പുരാൻ തീവ്ര ഹിന്ദുത്വവാദത്തിനെതിരെയുള്ള സിനിമ തന്നെയായിരുന്നു. അതായത് യഥാർത്ഥത്തിൽ തീവ്ര ഹിന്ദുത്വവാദം കോൺഗ്രസിനെ വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ, ടോവിനോയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധമായിട്ട് തന്നെയാണ് എമ്പുരാനും. അതിൽ പൃഥ്വിരാജ് എന്ന ഹിന്ദു നായർ സമുദായത്തിൽ പറഞ്ഞ വ്യക്തിയുടെ സംവിധാനവുമാണ്. ആ വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൊന്നതിനോട് പ്രതികാരം ചോദിക്കുന്നതും തീവ്ര ഹിന്ദുത്വവാദിയായ ഒരു ഭാവം തന്നെയാണ്. യഥാർത്ഥത്തിൽ എമ്പുരാൻ എക്സലന്റ് പൊളിറ്റിക്കൽ മൂവിയാണ്. അതിന് മുരളി ഗോപിക്ക് തന്നെയാണ് അഭിനന്ദനം അറിയിക്കേണ്ടത്. തുടക്കം കൊള്ളാം, അത് രാജ്യത്തിനെ ചൊറഞ്ഞു വേണ്ട. അതായത് ഈ രാജ്യം എന്ന് പറയുന്ന ആരാണ്? ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് രാജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയാണെന്നാണ്. രാജ്യം എന്ന് പറഞ്ഞാൽ BJP അല്ല, രാജ്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ല, രാജ്യം എന്ന് പറഞ്ഞാൽ CJP അല്ല, രാജ്യം എന്ന് പറഞ്ഞാൽ ആപ്പ് അല്ല, രാജ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അല്ല, രാജ്യം എന്ന് പറഞ്ഞ ഒരു പാർട്ടിയല്ല. ഒരു രാജ്യത്തിലുള്ള വ്യത്യസ്ത പാർട്ടികളാണ്. ഇവർക്ക് വേറെ നിലപാടുണ്ട്. പക്ഷെ അതിൽ നല്ലൊരു കമന്റ് വന്നത് ഇതാണ്. ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ട്. വീട്ടിലൊരു പുലി ഉണ്ടായിരുന്നു അല്ലേ എന്ന്. അപ്പോ കുറെ കപട ദേശസ്നേഹികൾ ലാലേട്ടനെതിരെ വരുന്നു. ബാക്കിയെല്ലാം കുറെ ആഭാസത്തരമാണ്. അടുത്തത് വിശ്വാസ് P മേനോൻ എഴുതുന്നു, വായയിൽ പഴം തിരികെ ഇരിക്കുകയായിരുന്നു നിങ്ങളുടെ മോൾ. കേരളത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ട്? നീ പറയുന്ന അനുസരിച്ചാണോ ലാലേട്ടന്റെ മോൾ എന്തിനൊക്കെ പ്രതികരിക്കണം തീരുമാനിക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ളതിന് പ്രതികരിക്കും. നീ ആരാ പറയാൻ? അതായത് ലാലേട്ടന്റെ മോൾ എന്നാ അങ്ങനെയാണെങ്കിൽ രാമക്ഷേത്ര കൊള്ള ഉണ്ടായില്ലേ? നീ ഒന്നും മിണ്ടിയില്ലല്ലോ. വായിൽ പഴം തിരികെ ഇരിക്കുകയായിരുന്നില്ലേ? എന്തായാലും മിണ്ടാത്തത്? ഹിന്ദു ക്ഷേത്രത്തിൽ കൊള്ള നടന്നതല്ലേ? എന്താ വായിൽ എന്താ പ്രശ്നം ഉണ്ടായിരുന്നു? അപ്പോ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ആഭാസവും അസഭ്യവും പറഞ്ഞ് സ്ത്രീകളെ അടക്കം വളരെ മോശമായി ലാലേട്ടന്റെ ഐഡിയിൽ വന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്. മോഹൻലാലിന്റെ നെപ്പോക്കിട്ട് മാത്രമാണ് ഇവർ. എന്നിട്ട് ആ കുട്ടിയുടെ പ്രായം, പല കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട്. തുടക്കം വിജയിക്കില്ല, നല്ല പടമാണെങ്കിൽ കൂടി. നീയൊക്കെ തീരുമാനിച്ചാണോ ഈ നാട്ടിലെ പടം വിജയിപ്പിക്കുന്നത്? എമ്പുരാൻ കേരളം കണ്ട ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. എന്നിട്ട് ലാലേട്ടന്റെ തുടരും വന്നപ്പം ചില ആൾക്കാർ വലിയ ക്യാമ്പയിൻ ചെയ്തു. എന്ത് പറ്റി? തുടരും അതിനെക്കാട്ടി വലിയ ഹിറ്റായി. ഈ തീവ്ര ഹിന്ദുത്വവാദം, തീവ്ര ഇസ്ലാമിസം പോലെ, തീവ്ര ക്രിസംഗിവാദം പോലെ ഒരു അപകടമാണ്. തീവ്ര ഹിന്ദുത്വവാദം ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ ആണ്. നിങ്ങളുടെ മകളുടെ പടം ഞങ്ങൾ കാണില്ല. അയ്യോ പ്ലീസ്, അതുകൊണ്ട് ലാലേട്ടൻ പട്ടിണിയാവും, പ്ലീസ് കാണണം, പ്ലീസ് ദയവായി കാണണം, അല്ലെങ്കിൽ ലാലേട്ടൻ പട്ടിണിയാവും. ഇതുപോലുള്ള മതഭ്രാന്തന്മാർ എല്ലാ മതത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഈ നാടിന്റെ ശാപമാണ്. അപ്പോ ഇനിയും അതേപോലെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഈ എന്താ പറയണേ, അതിൽ അത്യാവശ്യം പറയാൻ കഴിയുന്നതാണ്. ചില കമന്റുകൾ രാജ്യദ്രോഹികളാണെന്ന് അടക്കമുള്ള കമന്റുകൾ ഈ കാര്യത്തിൽ ആൾക്കാർ ഇടുന്നുണ്ട്. ഇതൊരു തരം അസുഖമാണ്. അതായത് രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു രാജ്യമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു അസുഖമാണ്. എന്തായാലും ലാലേട്ടന്റെ മോൾ ഒരു പുലിക്കുട്ടി തന്നെയാണ്. രഞ്ജിനി ഹരിദാസ് ചെയ്തത് വലിയ സ്റ്റാൻഡാണ്. ഇന്ന് മമ്മൂക്ക അടക്കമുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ലാലേട്ടന് ഇത് എന്താ സ്റ്റാൻഡ് എടുക്കുന്നതെന്ന് അറിയില്ല. ലാലേട്ടനും പൃഥ്വിരാജും ഇതിൽ എന്ത് സ്റ്റാൻഡ് എടുക്കുന്നതെന്ന് അറിയാനിട്ട് എന്തായാലും വളരെ ശക്തമായ രീതിയിൽ തന്നെ ആ പ്രതിഷേധം അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിൽ അഭിനന്ദനങ്ങൾ, അഭിമാനം.